ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ നടുവിൽ മഠത്തിലാണ്. തൃശ്ശൂർ പൂരമായി ഒരുപാട് ബന്ധമുള്ള ഒരു സ്ഥലമാണ് നടുവിൽ മഠം എന്ന് പറയുന്നത്. ഇത് ശരിക്കും എങ്ങനെയാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ തൃശ്ശൂർ പൂരത്തിൽ ഇവിടെയുള്ള പ്രധാന ചടങ്ങുകൾ എന്താണെന്ന് പലർക്കും അറിയില്ല. അത് ഇന്ന് പറഞ്ഞു തരാൻ നമ്മോടൊപ്പം ചേരുന്നത് ഈ വേദ പാഠശാല പ്രിൻസിപ്പൽ കൂടിയായ ശങ്കരനാരായണൻ സാറാണ്. അദ്ദേഹം വിവരിക്കും. സാർ, നമുക്ക് ഈ സ്വാഭാവികമായും ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യമൊക്കെ ആളുകൾക്ക് അറിയാം, വളരെ പ്രസിദ്ധമാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ മഠങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചടങ്ങുകൾ എന്തൊക്കെയാണ്, ഈ തൃശ്ശൂർ പൂരമായി എത്രത്തോളം പ്രാധാന്യം ഈ മഠത്തിനുണ്ട് എന്നുള്ളൊരു കാര്യം ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നടുവിൽ മഠവും ആ ഒരു ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്, അതൊന്ന് വിവരിക്കാം. ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ തിരുവമ്പാടി ദേവിയുടെ എഴുന്നള്ളിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. നടുവിൽ മഠം എന്ന് പറയുന്നത് ഒരു സന്യാസി മഠമാണ്. അപ്പോൾ പണ്ടുകാലത്ത് നടുവിൽ മഠത്തിലെ മൂപ്പിൽ സ്വാമിയാർ, അതായത് പ്രധാന സന്യാസിയായിട്ടുള്ള അദ്ദേഹം തിരുവമ്പാടി ദേവസ്വത്തിന് അന്ന് നമ്മുടെ പൂരത്തിന് കോലമുണ്ടല്ലോ, ഈ കോലം ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ചെയ്യുകയുണ്ടായി എന്നാണ് കഥ. അപ്പോൾ അന്ന് സ്വാമിയാർ തിരിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാ കൊല്ലവും പൂരത്തിൻ്റെ സമയത്ത് ഇവിടെ നടുവിൽ മഠത്തിൽ ദേവിയെ കൊണ്ടുവരണമെന്നും ഇവിടെ വെച്ച് ഒരു ഇറക്കി പൂജ വേണമെന്നുമുള്ളത് സ്വാമിയാർ ആവശ്യപ്പെട്ടു എന്നാണ് കഥ. അപ്പോൾ അത് പ്രകാരം എല്ലാ കൊല്ലവും തിരുവമ്പാടിയിൽ നിന്ന് രാവിലെ പുറപ്പെടുന്ന ദേവി ഈ നടുവിൽ മഠത്തിൽ വന്നിട്ട് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇവിടെ വന്ന് ഇവിടുത്തെ ഈ 4 കെട്ടിൽ തെടമ്പും കോലവും കൊണ്ടുവയ്ക്കും. അതിനുശേഷം ഇവിടുന്ന് നിവേദ്യം ഒക്കെ ഉണ്ട്. ഈ നിവേദ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ നടുവിൽ മഠത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മഠമാണ് വടക്കേ മഠം എന്ന് പറയുന്നത്. ഈ വടക്കേ മഠം എന്ന് പറയുന്നത് ഒരു വേദ പാഠശാലയാണ്. ഇതും പണ്ട് സന്യാസി മഠമായിരുന്നു എന്നാണ് കഥ. അതിനുശേഷം ഒരു 500 കൊല്ലം മുമ്പൊക്കെ അവിടുത്തെ സന്യാസി പരമ്പര നിന്ന് പോയപ്പോൾ അത് വേദ പാഠശാലയായിട്ട് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ വടക്കേ മഠത്തിലെ വടുക്കിണിയിൽ ഈ ദേവിയെ കൊണ്ടുവയ്ക്കും. ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ഋഗ്വേദത്തിലെ മന്ത്രങ്ങളും ഒക്കെ ജപിച്ചതിന് ശേഷം അവിടെ നിന്ന് ഈ കോലം പിന്നെ അലങ്കാരങ്ങളൊക്കെ മാറ്റി വൃത്തിയാക്കിയതിന് ശേഷം വടക്കേ മഠത്തിൻ്റെ മുകൾ ഭാഗത്ത് പഴയ നടക്കാവിൽ തിരുവമ്പാടിയുടെ പന്തൽ അവിടെ നിന്ന് പഞ്ചവാദ്യത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. അതാണ് ആ പഞ്ചവാദ്യമാണ് ഈ മഠത്തിൽ വരവിൻ്റെ പഞ്ചവാദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വേദിക് ട്രഡീഷനും അല്ലെങ്കിൽ മഠത്തിലെ ആചാരങ്ങളുമായിട്ട് അത്രയും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് തൃശ്ശൂർ പൂരം അർത്ഥം. ഈ പലപ്പോഴും പലരും അത് മനസ്സിലാക്കുന്നില്ല. കാരണം എല്ലാവർക്കും ഈ മേളങ്ങൾ അറിയാം, അതുപോലെ പഞ്ചവാദ്യം അല്ലെങ്കിൽ വെടിക്കെട്ട് കുടമാറ്റം എന്നതിലുപരി പ്രധാനപ്പെട്ട ചടങ്ങുകൾ പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ അറിയാത്ത അതിനെക്കുറിച്ച് അജ്ഞത ഉള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ചടങ്ങിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ആറാട്ട്, ഭഗവതിയുടെ ആറാട്ട് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ആറാട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായി ഇവിടെ നടക്കുന്നത്? ആറാട്ട് കടവ് നടുവിൽ മഠത്തിലാണുള്ളത്. ഇവിടെ ഒരു ചിറ ഉണ്ട്, പടിഞ്ഞാറേ ചിറ എന്ന് പറയാം, പടിഞ്ഞാറ് ഭാഗത്തായതുകൊണ്ട് ഇതിൽ ഈ നടുവിൽ മഠത്തിൻ്റെ അവിടെയുള്ള കടവ്, കുളത്തിലിറങ്ങുന്ന ഈ ചിറയുടെ ഭാഗം തന്നെ ആ കടവ്, ഈ കടവ് ആറാട്ട് കടവാണ്. അപ്പോൾ പണ്ടൊക്കെ ഈ കേട് വന്നിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ ആൾക്കാർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ തീർത്ഥകുളത്തിലാണ് ഉപേക്ഷിക്കുക. കേടുവന്ന ഉപയോഗിക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഈ നടുവിൽ മഠത്തിലെ ഈ കടവിൽ പഴയ പൊട്ടിയിട്ടുള്ള വിഗ്രഹങ്ങൾ, സാളഗ്രാമങ്ങൾ, ഈ സാധനങ്ങളൊക്കെ നിക്ഷേപിക്കാറുണ്ട്. അതായത് അതൊരു തീർത്ഥ കടവാണ്. ഈ കടവിലാണ് ഈ തിരുവമ്പാടി ദേവിയുടെ ആറാട്ട് വരുന്നത്. ഈ കടവിലാണ്, അത് നടുവിൽ മഠത്തിലാണ്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കിയായിട്ടൊരു കാര്യം കൂടി പറയാം. രാത്രി അതെ ഇവിടുന്ന് ഈ വടക്കേ മഠത്തിൻ്റെ ഇവിടുന്ന് എഴുന്നള്ളിപ്പുണ്ട്. രാത്രിയുള്ള പഞ്ചവാദ്യം ഒരു 11 മണിയോടുകൂടി 10 മണിക്ക് കഴിഞ്ഞിട്ട് പഞ്ചവാദ്യത്തോട് കൂടിയിട്ടാണ് ഇവിടുന്ന് പോവുക. ഇവിടുന്ന് പുറപ്പെട്ടിട്ടുള്ള ഈ പഞ്ചവാദ്യം തിരുവമ്പാടി എത്തി. അപ്പോഴാണ് രാവിലത്തെ ഈ 3 മണിക്കുള്ള വെടിക്കെട്ട്. ആ പഞ്ചവാദ്യം തുടങ്ങുന്നത് ഈ വടക്കേ മഠത്തിൻ്റെ മുകളിലുള്ള പഴയ നടക്കാവിലുള്ള സമയത്ത് ഈ പന്തലിൽ നിന്ന് തന്നെയാണ്. അതിനു മുമ്പും അതെ ദേവിയെ വീണ്ടും മഠത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂരത്തിൻ്റെ ആദ്യത്തെ ദിവസം 2 തവണ തിരുവമ്പാടി ഭഗവതിയെ മഠത്തിലേക്ക് കൊണ്ടുവരാറുണ്ട് എന്നർത്ഥം. എങ്ങനെയാണ്, ആരാണ് ഇതിനൊക്കെ ഒരു നേതൃത്വം വഹിക്കുന്നത്? ആരൊക്കെയാണ് ഇതിന് ചുമതല വഹിക്കുന്നത്? അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ തവണയും പൂരത്തിന് മുമ്പായിട്ട് തിരുവമ്പാടി ദേവിയുടെയാണല്ലോ. അപ്പോൾ തിരുവമ്പാടി ദേവസ്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികൾ, അവിടുത്തെ പൂജാരികൾ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതിനു മുമ്പ്
മഠത്തിൽ വന്നിട്ടും ഇവിടെ വന്നിട്ടും നമ്മളായിട്ട് സംസാരിക്കാറുണ്ട്. ബ്രഹ്മസമ്മഠത്തിൻ്റെ ഭാരവാഹികളും നടുവിൽ മഠത്തിൻ്റെ ഭാരവാഹികളും ദേവസ്വമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഈ ഉപചാരം കഴിഞ്ഞതിന് ശേഷവും ദേവി ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി അവസാനത്തെ ഒരു ആറാട്ട് അതും ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ ആ ചടങ്ങിനെ കുറിച്ച് എന്താണ് പറയുക? അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ഇവിടെ വരിക. ആറാട്ട് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ദേവിയെ കുളിപ്പിക്കലാണല്ലോ. അപ്പോൾ തന്ത്രിയാണ് സാധാരണ ആറാട്ട് ചെയ്യുക. അപ്പോൾ തന്ത്രി ചെറിയൊരു പൂജാദികളൊക്കെ ചെയ്തിട്ട് ഈ ദേവിയുടെ വിഗ്രഹം എടുത്തിട്ട് തന്ത്രി മുങ്ങ. ഇതാണ് ആറാട്ടിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൂരം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തന്ത്രിയും ഒക്കെ ഇവിടെ വന്ന് ആനപ്പുറത്ത് ദേവിയെ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് ഈ നടുവിൽ മഠത്തിലെ കടവിലിറങ്ങി ആറാട്ട് നടത്തുകയാണ് ചെയ്യുക. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഭക്തജനങ്ങൾക്കൊക്കെ അതേപോലെ ഉള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഒപ്പം കുളിക്കാനുള്ള ഒരു അവസരം ഉണ്ട്. അങ്ങനെയാണ് ഈ ആറാട്ടിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മഠത്തിൽ വരവാണ്. ആ മഠത്തിൽ വരവ് നടക്കുന്നത് മഠത്തിലാണ്. അപ്പോൾ പിന്നെ അതിനേക്കാളും കൂടുതലൊന്നും വ്യാഖ്യാനിക്കാനില്ലല്ലോ. രാവിലെ ഇവിടുന്ന് പോകുന്നു, വൈകുന്നേരം തിരിച്ച് ദേവി ഇവിടെ വരുന്നു, ഇവിടുന്ന് തന്നെയാണ് രാത്രി പോകുന്നതെന്ന് അർത്ഥം. അത് കഴിഞ്ഞ് ആറാട്ടൊക്കെ പൂരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആറാട്ടിനും ഇടയ്ക്ക് തന്നെയാണ് വരുന്നത്. കൊടിയേറ്റം കഴിഞ്ഞാലും ആറാട്ടുണ്ട്, പൂരം കൊടിയേറി കഴിഞ്ഞാലും അന്ന് ആറാട്ടുണ്ട്, അതിനും ഇവിടെ തന്നെയാണ് വരാറുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം കൂടുതൽ ഈ മഠങ്ങളെക്കുറിച്ച് പറയാൻ ബ്രഹ്മസ്വം മഠത്തിൻ്റെ പ്രസിഡന്റ് പരമേശ്വരൻ സാർ കൂടി ചേരുകയാണ്. ഈ പൂരവുമായി ബന്ധപ്പെട്ട ഇത് പറഞ്ഞു, അതിനുപരി എന്താണ് ഈ മഠങ്ങളെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ പറയുന്നത്? ഈ ബ്രഹ്മസ്വം മഠം 4 മഠങ്ങളാണ് ഉണ്ടായിരുന്നത്. 3 ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആണ്, ഒരെണ്ണം തിരൂർക്ക് പോയി. ഋഗ്വേദം കേരളത്തിൻ്റെ തനതായ ഒരു സ്വരത്തോടു കൂടി, ഉദാത്ത സ്വരിതത്തോടു കൂടി അന്ന് മുതൽ ഇന്ന്, അതിനു മുമ്പേ അത് സ്വരത്തിലുണ്ടായിരുന്നു, അതേ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരു 10,000 ആൾക്കാർ ഇവിടുന്ന് പഠിച്ചു പോയിട്ടുണ്ട്. പലരും പല വൈസ് ചാൻസലർമാരും അമേരിക്കയിലും അവിടെ നമ്മുടെ കേരളത്തിലൊക്കെ. അതുപോലെ ഞങ്ങളെല്ലാം പഠിച്ചു പോയി. അനിയൻ പ്രധാനാചാര്യനും ഇവിടുന്ന് പഠിച്ചു പോയ ആൾ തന്നെയാണ്. അത് ഇന്നും തുടരുന്നു. ആ കണ്ടിന്യൂറ്റിയിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ആ ഉദാത്ത സ്വരിതത്തോടു കൂടിയുള്ള കേരള പാരായണത്തിനാണ് യുനെസ്കോവിൻ്റെ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യ പൈതൃകത്തിൻ്റെ സ്വത്ത് എന്ന ഒരു റെക്കഗ്നിഷനും അതിനനുബന്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മാനുസ്ക്രിപ്റ്റ്സിനുള്ള കുറേ പ്രവർത്തനങ്ങൾക്കുള്ള സ്കോളേഴ്സും ഫണ്ടും ഒക്കെ നമുക്ക് വേണ്ടിയിരിക്കുന്നത്. ഈ ഒരു തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഈ മഠങ്ങൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു തൃശ്ശൂർ പൂരം ഇപ്പോൾ ചടങ്ങുകൾ മാത്രമാക്കി നടത്താമെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചടങ്ങുകൾ നടക്കുന്നത് ഈ മഠങ്ങളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആളുകൾ അറിയേണ്ട ഒരു കാര്യവും അതാണ്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.